പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ ദാ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലുള്ള ഒരു കൊച്ചു ക്ഷേത്രമാണ്. നിറയെ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കണിയൊക്കെ കണ്ട് ഭഗവാനെ ദർശിച്ചു പോകാൻ എത്തിയ ജനത്തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രം രാവിലെ മുതൽ തന്നെ ഞാൻ നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇതിനടുത്ത് നിൽക്കുകയായിരുന്നു. ഒരുപാട് പേര് കുടുംബസമേതം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സദ്യവട്ടങ്ങളൊക്കെ ഇനി ചെന്നിട്ട് വേണം ഒരുക്കാനെന്ന് ഓരോ അമ്മമാരും നമ്മളോട് കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരിതാ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെ എത്തിയവരാണ് ഓരോരുത്തരും. ചേട്ടാ ചേട്ടാ വിഷുവൊക്കെ എവിടെ വരെയായി? വിഷു നീണ്ടു പോണല്ലേ? ഇപ്പൊ രാവിലെ തന്നെ ലോട്ടറി കച്ചവടത്തിനായിട്ട് സമൃദ്ധിയുടെ ദിനമാണ് വിഷു എന്ന് പറയുന്നത്. ഇത് പണ്ട് പോലെ ഉള്ളതാണ്. അപ്പൊ രാവിലെ ഇതേ കച്ചവടത്തിനൊക്കെ ഇറങ്ങിയതാണോ? എങ്ങനെയുണ്ട്? വിഷുവിന് നല്ല കൈനീട്ടമൊക്കെ കിട്ടിയോ? വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെയാ വീട്? ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നാമ സ്വദേശിയാണ്. അല്ലേ? അപ്പൊ ചെന്നിട്ട് നീ വിഷു സദ്യയൊക്കെ ഉണ്ടാവുമോ വീട്ടില്? അത് എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ നോർമല് ആണല്ലേ? അപ്പൊ എന്തായാലും നന്മയുടെ ഒരു നല്ല ദിവസം നേരുന്നു. അത് തന്നെ, സമൃദ്ധിയുടെ ഒരു ദിനമാവട്ടെ. അതാണ് സമ്പൽ സമൃദ്ധിയുടെ ദിനമാണ്. എല്ലാവരും ആ ഒരു പ്രത്യാശയോടും പ്രതീക്ഷയോടും ഒക്കെ കൂടി തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ കച്ചവടങ്ങൾക്ക് കൊച്ചു കൊച്ചു കച്ചവടങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിയ ആളുകളുണ്ട്. നമ്മളിങ്ങനെ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചു പോകുമ്പോൾ അവർക്കൊക്കെയും പറയാനുള്ളത് ഇതായിരുന്നു. അവർ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പുലരിയെ നോക്കി കാണുന്നത്. ഇതിന് ശേഷമുള്ള ദിവസം നല്ല സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ആകുമെന്ന ഒരു പ്രത്യാശയാണ് അവർക്കുള്ളത്. ചേച്ചി എവിടുന്ന് വരുന്നതാ? തെക്കേടല്ലേ? അപ്പോൾ വിഷു എവിടെ വരെയായി? വന്നല്ലേ? അപ്പൊ സദ്യയൊക്കെ ഒരുക്കിയിട്ടാണോ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയത്? അമ്പലത്തിൽ തൊഴുതിട്ട് പോയി വീട്ടിൽ. കണിയൊക്കെ കണ്ടിരുന്നോ? അപ്പൊ ദാ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരിയാണ്, നിറഞ്ഞ സന്തോഷമാണ്. മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ലോകത്ത് കൂടിയാണ് എന്ന് പറയാം. കുഞ്ഞു കുട്ടികളൊക്കെ രാവിലെ ഇതാ മുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ മിടുക്കലും മിടുക്കികളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് പോവാനായിട്ട് നിൽക്കുകയാണ്. ഹലോ, എവിടെ നിന്ന് വരുന്നതാ? അപ്പൊ എന്താ പഠിക്കുകയാണോ? അല്ല, വർക്ക് ചെയ്യാണ്. വിഷു എവിടെ വരെയായി? നാട്ടിൽ പോയോ? ഇല്ല, ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് കണിയൊരുക്കി അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ രാവിലെ ഫാമിലിയോടൊത്താണോ? അമ്മയായിട്ടാ വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ദാ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിയതാണ് രാവിലെ എല്ലാവരും. ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വേണം ഇനി മടങ്ങാൻ. ചേട്ടാ, ഇവിടെ വിഷുവായിട്ട് കച്ചവടമൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാതെ പോണല്ലേ? രാവിലെ കണിയൊക്കെ കണ്ടോ? ഭഗവാനെ കയറി കണ്ടോ? പിന്നെ കണിയെ കണ്ട് തൊഴുതിട്ടാണ് ഇറങ്ങിയതല്ലേ? ഇനി വീട്ടിൽ ചെന്നിട്ട് സദ്യയാണോ? സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യക്കുള്ള ഒരുക്കം മോളുണ്ടെങ്കിൽ അവിടെ ആവും. അപ്പൊ അതേ വീട്ടില് ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാൻ തന്നെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇനി ഇതിൽ നിന്നൊരു ഇടവേള എടുത്ത് ഇപ്പൊ രാവിലെ ഇതാ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കച്ചവടത്തിലും മറ്റു സാമഗ്രികളൊക്കെ വിൽക്കുന്ന തിരക്കിലാണ് ചേട്ടൻ. ഇവിടെ നിന്ന് ഇനി ഉച്ചക്കൊരു ഇടവേള എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം ആൾക്ക് സദ്യയൊക്കെ കഴിക്കാൻ. അങ്ങനത്തെ ഈ വഴിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ മേടച്ചൂട് ഇങ്ങനെ പതിയെ അതിന്റെ ഒരു സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ അതിന് നിരവധി പേരെയാണ് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കാണാൻ കഴിയുന്നത്.